ഹലോ മുത്തുമണികളെ. അപ്പം ഞാൻ ഇന്ന് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കൊരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ട്. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വന്നത്, ഞാൻ ഭയങ്കര കടുകട്ടിയായ ഒരു സ്ത്രീയാണ്, ഭയങ്കര മനോധൈര്യമുള്ള, ഭയങ്കര ഒരാളുടെ മുഖത്ത് നോക്കി എന്താന്ന് ചോദിച്ചാൽ കുന്തട എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമുള്ള ഒരാൾ തന്നെയാണ് എന്ന് എൻ്റെ ഒറിജിനൽ ID വെച്ച്, എൻ്റെ ഒറിജിനൽ മുഖം വെച്ച്, ഞാൻ എവിടെ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അടക്കം ഇട്ടുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം തന്നെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം നേരിട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നറിയാമോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തോ ഭയങ്കര മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മറ്റേ തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതു മീഡിയ യൂസ് ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ട് ഇവർക്ക് രണ്ട് മുഖമാണ്. അതായത് പൊതു മീഡിയയിൽ ഇവര് ഒരു അന്യൻ കളിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇതിൽ പെട്ടതാണ് നമ്മുടെ നജില എന്ന് പറയുന്ന നജില തമ്പുരാട്ടി. എന്തേ വന്നില്ല, ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഒട്ടുമിക്ക കളവുകളും ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഇവിടെയും ഞാനൊരു വലിയ കളവ് പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് പുള്ളിക്കാരുത്തി ഇന്ന് രാവിലെ എന്നല്ല, പുള്ളിക്കാരിയുടെ ഒരു ഓൾമോസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ സുഖങ്ങൾക്കും പുള്ളിക്കാരിയുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊരാളിനെയും, അതായത് സ്വന്തം മക്കളെ ആണെങ്കിൽ മക്കളെ, സ്വന്തം ഉമ്മാനെ ആണെങ്കിൽ ഉമ്മാനെ, വാപ്പാനെ ആണെങ്കിൽ അങ്ങനെ, അതുപോലെ സ്വന്തം സഹോദരങ്ങളെ ആണെങ്കിൽ, സ്വന്തം കുടുംബക്കാരെ ആണെങ്കിൽ, നാട്ടുകാരെ ആണെങ്കിൽ, ആരെ വേണമെങ്കിലും കൊല വിളിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഈ സ്ത്രീ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അയ്യോ ഞാൻ കുറേ മക്കളെ വളർത്തുന്നു എന്നുള്ള ഒരു ഇമേജാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇവർക്കുള്ളത് മാത്രമാണ് മക്കൾ. ഇവരുടെ മക്കൾ മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മക്കളും. അതുപോലെ ഇവർ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ, കഷ്ടപ്പെടുന്ന ആള്, ജോലി ചെയ്യുന്ന ആള്, അതുപോലെ മക്കളെ വളർത്തുന്ന ആള്, അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ യത്തീം മക്കളെ വളർത്തുന്ന പരിവേഷം എനിക്ക് തോന്നുന്നു ഗിന്നസ് റെക്കോർഡ് വരെ ഇവർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നമുക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ, ഒരാള് റിയൽ ആയിട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരുടെ ലൈവ് കണ്ടാൽ മതി. ഞാൻ അങ്ങനെയാണ് ഒരാളിനെ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ ഒരാളുടെ വീഡിയോകൾ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ആ ചാനലിൽ ലൈവ് ഉണ്ടോ എന്ന് ഞാൻ നോക്കും. ഈ ലൈവിൽ ഇവർ സംസാരിക്കുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ ആണ് ലൈവുകൾ. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ചെയ്യാം. ഇതിൽ നമ്മൾ ലൈവായിട്ട് നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളെ എത്ര അഭിനയിച്ച് നിന്നാലും ശരി തന്നെ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ റിയൽ ക്യാരക്ടർ അവിടെ പുറത്താവും. അപ്പൊ അതുപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരി. അതുപോലെ തന്നെ ഷാജിദ എന്ന് പറയുന്ന പുള്ളിക്കാരി. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഭയങ്കര കുടുംബ പ്രേമം തലയ്ക്ക് പിടിച്ച് അഭിനയിക്കുന്ന ഒരുപാട് ആളുകളുടെ, ഇപ്പൊ സുജിത്ത അങ്ങനെ എന്തോ പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, കുഞ്ഞുമോളെന്ന്, അങ്ങനെ എന്തോ, അവരുടെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുടുംബസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുടുംബസ്നേഹമാണ്. ഇവരുടെ ഒരു ലൈവ് കണ്ടാൽ മതി ഇവരെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ നജില ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ എൻ്റെ എത്തിയ മോനെ, അവർക്ക് 3 മക്കളുണ്ട്, ഈ 3 മക്കളെ എത്തിയമാണ് എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ആളുകളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരു വീഡിയോ അവർ ഇട്ടേക്കുന്നത്, എത്തി മോനെ എന്തോ പറഞ്ഞു, ആ മോന്റെ കയ്യിൽ ഷെഫീന താത്ത പൈസ കൊടുത്തു, അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഒറിജിനൽ വെർഷൻ എനിക്ക് മനസ്സ് തുറന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതായത് നമ്മുടെ ഷെഫീന താത്ത മുമ്പൊരിക്കൽ എൻ്റെ ലൈവിൽ തന്നെ വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. മോളെ, ഞാൻ എല്ലാ ലൈവിലും പോയിട്ട് ഹായ് ഇടും, ഞാൻ പോലും അറിയില്ല
ആ ലൈവില് എന്നെ എതിർത്തുകൊണ്ട് അവർ എന്നെ എതിർത്തുകൊണ്ട് അവർ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അറിയില്ല. ഞാൻ ഈ എല്ലാവർക്കും ഹായ് ഇടുന്നതിന്റെ കൂട്ടത്തിൽ ഇവർക്കും ചെന്ന് ഞാൻ ഹായ് ഇടും. ഇവരെന്റെ ഹായ് കണ്ടിട്ട് ഇവരെന്നെ തെറി വിളിക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് ഞാൻ ഈ ലൈവ് കടന്ന് അടുത്ത ലൈവുകളിൽ കയറി ഞാൻ ഹായ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഒരു തമാശ രൂപേണയായിരിക്കാം അവരത് പറഞ്ഞത്. പക്ഷെ അവരങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എല്ലാ ലൈവുകളിലും കയറി ഹായ് ഇടുന്ന ഒരാളാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായ ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ഒരുപാട് തവണ മീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഷെഫീന താത്തനെ ഞാൻ മീറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഷെഫീന താത്തനെ ഞാൻ മീറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കെന്തോ വലുതെന്തോ വരാനുണ്ടെന്ന്. 8-9 മാസത്തോളമായി ഞാൻ ഷെഫീന താത്തയുമായിട്ട് റിലേഷൻ വെച്ചിരിക്കുന്നു. ഈ റിലേഷൻ്റെ ഇടയിൽ ഒരുപാട് തവണ ആയിത്ത എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട്, ഞാൻ അവരുടെ വീട്ടിലും പോയിട്ടുണ്ട്. ഇവിടെ പിന്നെ എനിക്കിതുവരെയും ബാഡായിട്ടുള്ള ഒരു അനുഭവം ഷെഫീന താത്തയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഞാൻ കൊടുത്തിട്ടുമില്ല. വളരെ അടുത്ത 2 സുഹൃത്തുക്കൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അമ്മാതിരി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന 2 വ്യക്തികൾ കൂടിയാണ് ഷെഫീന താത്ത എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വിഷയം ഒരുപാട് തവണ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടും വേണ്ട, ഞാനിത് പറഞ്ഞിനി ഇത്തയ്ക്ക് എന്തെങ്കിലും വിഷയം വന്നാലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ കളഞ്ഞ ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ സുഹൃത്തുക്കളെ വേട്ടയാടുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് ഇവളുടെ കളവുകൾ പൊളിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട്. ഇവളുടെ ഉമ്മാനെയോ വാപ്പാനെയോ ഇവളുടെ കുടുംബക്കാരെയോ ഞാനൊന്നും പറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ അടുത്ത കാലത്തായിട്ട് ചില വിഷയങ്ങൾ വന്നപ്പോൾ മാത്രമാണ് ഇവരെയൊക്കെ എനിക്ക് പരാമർശിക്കേണ്ടതായിട്ട് പോലും വന്നിട്ടുള്ളത്. പക്ഷെ അതിലൊന്നും തന്നെ ഞാൻ ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വായിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ഷെഫീന താത്തേനെ ഇന്നലെ നജില ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനെ മുഴുവൻ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ നജില എന്ന് പറയുന്ന ഉണ്ടായിരുന്നു. നജിലയുടെ വിഷയം എന്ന് പറയുന്നത്, നജില എന്ത് കളവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടാലും അതിൻ്റെ ഒറിജിനൽ വെർഷൻ ഞാനെടുത്ത് പബ്ലിക്കിലാക്കുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ദേഷ്യം എന്ന് പറയുന്നത്. അതായത് പിന്നെ ഇവരുടെ ഇപ്പോഴുള്ള കാമുകനെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് പബ്ലിക്കാക്കിയത് ഞാനാണ്. അതുപോലെ തന്നെ ഈ കാമുകനുമായിട്ട് ഇവർ ഒരുപാട് പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ പിരിവുകളിലെല്ലാം തന്നെ ഞാൻ അഭിപ്രായം പറയുന്നത് കാരണം, നമുക്ക് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം. ഈ അഭിപ്രായം പറയുന്നത് കാരണമാണോ എന്തോ ഇവരുദ്ദേശിക്കുന്ന ഒരു പിരിവ് ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവരാദ്യം ചാരിറ്റി നടത്തി നോക്കി, അതിൽ ഞാൻ കയറി അഭിപ്രായം പറഞ്ഞു. പിന്നെ ഇവരെന്തോ ഒരു വീഡിയോകൾ ചെയ്തു നോക്കി, പാവപ്പെട്ടവർക്ക് എന്തോ കൊടുക്കുന്നതല്ല, അത് വെച്ച് വീഡിയോ പിടിച്ച് വലിയ നന്മ മരം കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അതും ചീറ്റിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞ് ആനയുടെ തുമ്പിക്കൈ പോലെ എന്തോ തൂക്കിയിട്ടിട്ട് അയ്യോ അവസ്ഥ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഞാൻ കയറി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തിലും അഭിപ്രായം പറഞ്ഞാലും ഇവരുടെ പിരിവ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഒരു അടവെന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ ഈ ഷാന് എന്ന് പറയുന്ന ഇവരുടെ പുതിയ കാമുകൻ ഇവരെ ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഇവർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രസവത്തിന് ആരും തന്നെ സഹായിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഒരു തട്ടിപ്പ് നാടകവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ഇവർ ആശുപത്രി എന്ന് പറഞ്ഞ് പോകുന്ന ഇവരുടെ നാട്ടുകാർ ഓൾമോസ്റ്റ് ആൾക്കാരും എനിക്കറിയാവുന്ന ആൾക്കാരാണ്. അവരെന്നെ കോണ്ടാക്റ്റും ചെയ്യാറുണ്ട്, ഞാൻ അങ്ങോട്ടും അവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവര് ആശുപത്രിയിൽ എന്ന് പറയുന്ന ദിവസങ്ങളിലൊക്കെയും തന്നെ ആ പുള്ളിക്കാരനുമായിട്ട് ബൈക്കിലാണ് ഇവര് ആശുപത്രിയിൽ പോകുന്നതും തിരിച്ചു വരുന്നതും. ഒരു ദിവസം കാറിൽ പോയിട്ടുണ്ടായിരുന്നു, ഇത് കണ്ട ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ ഇവര് എന്നെ വിളിച്ച് എന്നോട് സംസാരിക്കാറുണ്ട്, നാട്ടുകാർ എന്നോട് വിളിച്ച് സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു തട്ടിപ്പാണ് എന്നുള്ളത് ഞാൻ എന്നെയാണ് പൊളിച്ച് പാളിസാക്കി കൊടുത്തത്. അതായത് ഇവർ തമ്മിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇവർ റിലേഷനുണ്ട്. പക്ഷെ ഇവര് പബ്ലിക്കിൽ വന്നിട്ട് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല, എനിക്ക് അയാളുമായിട്ട് റിലേഷൻ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് പിന്നെ കുട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ജീവിക്കാൻ എനിക്ക് നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള
ഒരു ആക്ടിങ് ആണ്, അത് ആക്ടിങ് ആണ് എന്നുള്ളത് പബ്ലിക്കിൽ കൊണ്ടുവന്നത് ഞാനാണ്. കാരണം ഈ തൊട്ടടുത്ത് തന്നെ പിന്നെ വാപ്പയും മോളും ഈ ഷാനുമായിട്ട് ഒരു കൂൾ ബാറിൽ ഇരിക്കുന്നത് കണ്ട ആളുകളുണ്ടായിരുന്നു. കണ്ട് എനിക്ക് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പബ്ലിക്കിൽ വന്ന് പറഞ്ഞപ്പോൾ ഉടനെ പുള്ളിക്കാരത്തി വന്നിട്ട് അതിനെ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു. തുമ്മുന്നതും തുമ്മിക്കുന്നതും എല്ലാം വീഡിയോ ആയിട്ട് ഇടുന്ന ഇവര് ഈ ഒരു കാര്യം വീഡിയോ ആയിട്ട് ഇടാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ എതിർത്തു. ജനങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് സത്യം തന്നെയല്ലേ, ഇത് സത്യമാണ് എന്നുള്ളത് അവരും സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഇവർ ആശുപത്രിയിൽ പോകുന്നതും ഒക്കെ ഈ ഷാനെന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒപ്പം തന്നെയാണ്. ഇതിന് കാരണം ഇവർ പിണങ്ങി പിരിഞ്ഞു പോയി എന്ന് പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഷെഫീന താത്ത, അതായത് എൻ്റെ സുഹൃത്തുക്കളെ വേട്ടയാടുന്നതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരത്തി ഷെഫീന താത്തയെന്ന്, ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബറായിട്ടുള്ള എൻ്റെ സുഹൃത്തിനെയും ഇവർ ആക്ഷേപിച്ചിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ, ഒറ്റൊരു കാര്യവുമില്ലാതെ ഷെഫീന താത്ത ഇവരെക്കുറിച്ച് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. വളരെ മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് റിയാക്ഷൻ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഷെഫീന താത്ത. ഇതിൻ്റെ പേരിൽ എൻ്റെ സുഹൃത്താണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ ഇത്താനെ ചട്ടുകാലി എന്ന് വിളിച്ച് അപമാനിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട്, ഇങ്ങനെ വികലാംഗരായിട്ടുള്ള ആളുകളെ നമ്മൾ പരിഹസിക്കുകയാണെങ്കിൽ, അത് പബ്ലിക് മീഡിയ വഴി പരിഹസിക്കുകയാണെങ്കിൽ അതിനൊരു വകുപ്പുണ്ട്. ആ വകുപ്പൊക്കെ കൂടി ചേർത്തിട്ട് ഷെഫീന താത്ത പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ കേസ് FIR ഇട്ടിട്ടുണ്ടായിരുന്നു. FIR ഇട്ടതിൻ്റെ ഫലമായിട്ട് അറസ്റ്റ് വാറണ്ടുമായിട്ട് പോലീസുകാർ ഇവരെ അന്വേഷിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ നാട്ടിലില്ല എന്നുള്ള ഒരു കിംവദന്തിയാണ് ഇവർ പരത്തിയത്. അതായത് ഇവരുടെ ഫോൺ നമ്പറാണ് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെ വിളിച്ചപ്പോൾ ഇവർ അന്ന് മുതലാണ് ഈ പുള്ളിക്കാരനെ ഇവൾ അകറ്റി നിർത്തിയത്. അതായത് ഇവരുമായിട്ട് ബന്ധമില്ല, നാട്ടിലൊന്നും ഇല്ല, ഈ പുള്ളിക്കാരൻ നാട്ടിലില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള വിഷയങ്ങളും ഇല്ല കേട്ടോ. ഇവരിപ്പോഴും ഒന്നിച്ച് തന്നെയാണ് പല സ്ഥലങ്ങളിലും പോകുന്നതും വരുന്നതും. ആ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഷാനെന്ന് പറയുന്ന പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഈ പുള്ളിക്കാരത്തി ആദ്യത്തെ ഭർത്താവിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോൾക്ക് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് ഈ സ്ത്രീയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുരൂഹത നിറഞ്ഞ, വളരെ ദുരൂഹമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ്. ഇതിനെയൊക്കെക്കാളും വിശേഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആരുമില്ലേ, ഞാൻ എത്തിയ മക്കളുമായി ഒറ്റയ്ക്ക് തുഴയുകയാണ്, അറബിക്കടൽ തുഴഞ്ഞ് നീന്തി കര കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട ആളുകളോട് ഭിക്ഷ യാചിക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സ്ത്രീയുടെ ലൈവുകളിൽ ഈ സ്ത്രീ പബ്ലിക്കായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഹിന്ദുക്കളായിട്ടുള്ളവരെല്ലാം തന്നെ കുറവന്മാരാണ്, കുറത്തികളും കുറവന്മാരുമാണ്. പിന്നെ അതുപോലെ തന്നെ അന്യമതത്തിൽപ്പെട്ടവരെല്ലാം കാഫിറുകളാണ്. അതുപോലെ തന്നെ പിന്നെ കറുത്തവരൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്തവരാണ്. അതുപോലെ തന്നെ വൈകല്യങ്ങളുള്ള, ഇപ്പം എൻ്റെ ഭർത്താവ് ഒരു വശം തളർന്ന് ജീവിക്കുന്ന ഒരാളാണ്, തളർന്നു പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു തളർച്ചയുള്ള ആള് എന്ന് പറയുന്നത് സെക്ഷൽ ലൈഫ് നയിക്കാൻ കഴിവില്ലാത്തവനാണ്. അതുപോലെ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അതുപോലെ തന്നെ അത്തരം ആളുകളുടെ മക്കളൊക്കെ ഹറാമിലുണ്ടായതാണ്. ഈ സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും നല്ല ഒന്നാന്തരം വർഗീയത തുപ്പുന്ന ഒരു സ്ത്രീയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 40% മുസ്ലിങ്ങളുള്ളത്, ബാക്കി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം മതസൗഹാർദ്ദ രാഷ്ട്രമാണ്. ഈ മതസൗഹാർദ്ദ രാഷ്ട്രത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ തന്നെ സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിവ് കാണിച്ചുകൊണ്ട് ലൈവുകളും വീഡിയോകളും ചെയ്യുന്ന വൃത്തികെട്ട സ്ത്രീയാണിവര്. ഒരു വൃത്തികെട്ട നപുത്സക ജന്തുവാണിവര്. ഇവരാണ് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് നിവർത്തിയില്ല എന്നും ഭർത്താവ് കളഞ്ഞിട്ട് പോയതാണെന്ന് 4-5 ഭർത്താക്കന്മാരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വൃത്തികെട്ട സ്ത്രീ.
അതുപോലെ തന്നെ കുറച്ച് കറുത്തിരുന്ന് കഴിഞ്ഞാൽ അവർ കുറത്തികളാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന വൈകല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. എൻ്റെ പല്ലില്ല, ഞാൻ കറുത്താണ് ഇരിക്കുന്നത്, ഞാൻ 6 കുട്ടികളെ പ്രസവിച്ച കിളവിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷെഫീന താത്ത എന്ന് പറയുന്നവര്, അവർക്ക് സ്ട്രോക്ക് ബാധിച്ച് അവരുടെ 2 കാലുകളും തളർന്നു പോയതായിരുന്നു. ഈ തളർന്നു പോയ കാലുകളെ ഇവൾ പറയുന്ന വാക്ക് എന്ന് പറയുന്നത് ഞൊണ്ടിക്കാലി എന്നാണ്. അതായത് വൈകല്യമുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്തവർ എന്നാണ് ഈ സ്ത്രീ പറഞ്ഞു വെക്കുന്നത്. ഇതേ മനോനിലയുള്ള ഈ സ്ത്രീയാണ്, അതായത് മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ കാഫിറുകളാണ്, അല്ലെങ്കിൽ അവര് ഈ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് പറയുന്നവര് മാത്രമാണ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ അർഹതപ്പെട്ടവര്, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കേണ്ടവര്, ബാക്കിയുള്ളവരെല്ലാം മരിച്ചു പോകേണ്ടവരാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അങ്ങനെയുള്ള ഈ സ്ത്രീ ഇന്ന് രാവിലെ സ്വന്തം കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഭയങ്കര അയ്യോ എൻ്റെ മക്കളെ ഇങ്ങനെ പറഞ്ഞേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ലൈവ്, ഇന്നലത്തെ ഇവരുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഷെഫീന താത്ത പോയിട്ട് ഒരു ഹായ് എന്നൊരു മെസ്സേജാണ് ഇടുന്നത്. ഈ ഹായ് എന്നുള്ള മെസ്സേജ് ഇട്ടപ്പം ഇവള് പരിഹസിച്ച് തുടങ്ങിയിട്ട് അവസാനം ഇവളുടെ കുഞ്ഞിനെയൊക്കെ പറയുന്നുണ്ട് കേട്ടാ ഷെഫീന താത്ത. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഗർഭവതികളായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ പറയുന്നത് അത് കുഞ്ഞ് കേട്ട് പഠിക്കും എന്നൊക്കെ മുമ്പ് അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷെ അതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നതൊന്നുമല്ല. ഒരിക്കലും മക്കളെ പറയുന്നതിനെ ഞാൻ ന്യായീകരിക്കാനൊന്നും നിൽക്കില്ല. അതില് നന്നായിട്ട് ഷെഫീന താത്ത എന്താണോ പറയുന്നത് അതേ സെയിം കാര്യം ഇവള് അങ്ങോട്ട് പറയുന്നുണ്ട്. ഷെഫീന താത്ത ഒരു കാര്യം പറയുമ്പോൾ അവരുടെ ഭക്ഷണത്തെ, അവരുടെ വസ്ത്രത്തെ, അവരുടെ രൂപത്തെ, അവരുടെ ഭാവത്തെ, അവരുടെ നടപ്പിനെ, അവരുടെ ഇളിക്കെട്ടിനെ വരെ ഇവൾ അതിലെ പരാമർശിക്കുന്നുണ്ട്. അതെല്ലാം പോട്ട് എന്ന് വെക്കാം. ഇവള് 101 വട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ പറയരുതേ എന്ന് പറയുന്ന ഇവള് ഷെഫീന താത്തയുടെ മോനെ പറയുന്നത് എന്ന് പറയാം, മുതുക്കനായിട്ടും അവനൊരു പെണ്ണ് കെട്ടാൻ പറ്റുന്നില്ലല്ലോ. അത്ര വലിയ ഏജൊന്നും ആയിട്ടില്ല, ആണുങ്ങൾക്ക് എത്ര വയസ്സിൽ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അപ്പൊ ആ ഒരു പുള്ളിക്കാരൻ കല്യാണം കഴിക്കാത്തതിനെ വരെ ആക്ഷേപിക്കുന്നുണ്ട്. അതെന്തേ? ഇത്തരം മക്കളല്ലേ? ആയിത്താന്റെ മക്കളല്ലേ? യഥാർത്ഥത്തിൽ ആയിത്താന്റെ മക്കളും യത്തീം മക്കളാണ്. ആയിത്താന്റെ മക്കളെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് യത്തീമാക്കിയ മക്കളല്ല, മരണപ്പെട്ടു പോയി. ആ മക്കളുടെ ഉപ്പ മരണപ്പെട്ടു പോയ ഒരു മക്കളാണ്. അപ്പൊ ആ മക്കളും യത്തീം മക്കളാണ്. ഇവള് നന്നായിട്ട് പറയുന്നുണ്ട് ആ കുട്ടികള് രണ്ട് തന്തമാരതാണെന്നും, 2 പേരും അതിൽ ഒരാള് ഹിന്ദുവാണ് എന്നും, ഹിന്ദുക്കൾ എന്താണ് മറ്റ് മതസ്ഥരെന്ന് പറയുന്നത് അത് ഹറാമിലുണ്ടായതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒരു 60% മക്കള് ഹറാമാണെന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്താന്റെ മക്കളെയും ഇവൾ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മക്കളെ എടുത്തോണ്ട് വന്നിട്ട് അയ്യോ എൻ്റെ മക്കളതാ യത്തീമായ, എൻ്റെ മക്കളതാ ഇവളിങ്ങനെ പറഞ്ഞെന്ന് വന്നില്ല. പകരം ഇവളെന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷാജിദ മക്കളെ ഇന്നലെ ഷെരീഫ് പറഞ്ഞതിന് ആളുകൾ ഷെരീഫിനെ നന്നായിട്ട് എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ ചാനലിൽ അവർ ഇതുവരെ എടുത്തോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഫോണിലൊക്കെ ആ പുള്ളിക്കാരന് ഒരുപാട് വിമർശനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ പുള്ളിക്കാരൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും അടിക്കുന്ന അതേ നാണയം കൊണ്ട് ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇവളെ ഒരു തെറിയായിരിക്കും വിളിക്കുന്നത്, 10,000 തെറി അങ്ങോട്ട് വിളിച്ച് അവർക്ക് അവിഹിതവും ഉണ്ടാക്കി അവരുടെ മക്കളെയും അവരുടെ ഉമ്മയെയും അവരുടെ മാതാപിതാക്കളെയും, എന്തിനധികം പറയുന്ന ഇനി മരിച്ചു മണ്ണടിഞ്ഞു പോയവരെയും ഇനി ജനിക്കാനിരിക്കുന്നവരെയും മൊത്തം തെറി വിളിക്കുന്ന ഇവളാണ് ഒരു കൊച്ചിനെ എടുത്ത് ബന്ധിച്ച് പിടിച്ചും കൊണ്ട് അയ്യോ എൻ്റെ കൊച്ചിനതാ പറഞ്ഞേ. ഇതേ അന്യൻ കളിക്കുന്ന ഇവള് ഫേസ്ബുക്കിൽ ചെന്നിട്ട് മുടിയഴിച്ചിട്ട് കളിക്കുകയും ചെയ്യും. ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഉയരത്തിൽ ഞാനെന്തോ ഭയങ്കര അൽഹംദുലില്ലാ പറയുന്നു, അതുകൊണ്ട് ഞാൻ അള്ളാന്റെ അടുത്തിരിക്കുന്നവരാണ് എന്ന് പറയുന്നവർ അതേ രീതിയിൽ ജീവിക്കണം.
അതേ രീതിയിൽ ജീവിക്കണം. ഇത് യൂട്യൂബിൽ വന്നിട്ട് അയ്യോ ഞാൻ എൻ്റെ മക്കൾ യത്തീമാണ് അൽഹംദുലില്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വരണവള് പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് മുടി വിരുത്തിട്ടിട്ട് പോരുന്നോ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കട്ടിൽ കണ്ടോ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അടുത്ത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് പിന്നെ കനനച്ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അപ്പോൾ കുറേ ഇക്കാക്കമാര് വന്നിട്ട് പാടില്ല പാടില്ല നിന്റെ കട്ടിലിൻ്റെ അടിയിൽ ഞങ്ങൾ വീണ്ടും വരേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഇങ്ങനെ പറയുന്ന ഇവൾക്ക് മുസ്ലിമിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയാൻ എന്ത് യോഗ്യത എന്ത് അർഹതയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രവാചകൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല നിറത്തിന്റെ പേരിൽ. ഇവളെന്നെ നിറത്തിന്റെ പേരിൽ കളിയാക്കുകയാണ്. പ്രവാചകന്റെ കൂടെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. പ്രവാചകന്റെ വഫാത്ത് അറിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറ്റാതെ നിൽക്കുന്ന ബിലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കറുത്ത വർഗക്കാരനാണ്. ഒരു മനുഷ്യനെ വർഗത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അറബി രാഷ്ട്രങ്ങളിലെ രാജാവ് സാധാരണ മനുഷ്യന്റെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതാണ് അതൊക്കെ. അങ്ങനെയുള്ള ഒരു മതത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പറയുന്ന ഇവളെയൊക്കെ ശരിക്കും നല്ല പച്ച മടൽ വെട്ടിയിട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത്.